നായ്ക്കളുടെയും പൂച്ചകളുടെയും ദഹന പ്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ദഹന വ്യവസ്ഥയുടെ ഹെൽത്തിനെ കുറിച്ചാണ് ഒരു മാന്യ പ്രേക്ഷകൻ്റെ സംശയങ്ങൾ. അത് ലാബ്രഡോറിൻ്റെ മാത്രം സംശയമായിട്ടാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. പക്ഷേ ലാബ്രഡോറിൻ്റെ മാത്രമല്ല, നായ്ക്കൾക്കും പൂച്ചകൾക്കുമുള്ള സമാനമായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ സംസാരിക്കുവാൻ പോകുന്നത്. ദഹന പ്രക്രിയയിൽ അല്ലെങ്കിൽ ദഹന വ്യവസ്ഥയിൽ തന്നെ ദഹന വ്യവസ്ഥ തുടങ്ങുന്നത് വായിൽ നിന്ന് തുടങ്ങി മലദ്വാരത്തിൽ ഒന്ന് അവസാനിക്കുന്നത്. അതിനെയാണ് നമ്മൾ എലിമെൻ്ററി കനാൽ അഥവാ ദഹന വ്യവസ്ഥ അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ഡൈജസ്റ്റീവ് സിസ്റ്റമിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഫ്രം ടോപ്പ് ടു ദ ബോട്ടം ആകമാനം പ്രത്യേകതരം ബാക്ടീരിയകൾ കൊണ്ട് പാകിയിരിക്കുകയാണ്. ഈ ബാക്ടീരിയ പ്രത്യേകിച്ച് വയറിൻ്റെ അകത്തും ഇൻഡസ്ട്രീൻ്റെ അകത്തും കോളൻ്റെ അകത്തും ഒക്കെ ബാക്ടീരിയകൾ ഇഷ്ടം പോലെയുണ്ട്. അത് ബെനിഫിഷ്യറി ബാക്ടീരിയകളാണ്. പ്രത്യേകതരം ബാക്ടീരിയകൾ 5-6 കൂട്ടം ബാക്ടീരിയകളുണ്ട്. ഈ ബാക്ടീരിയ നിർബന്ധമായിട്ടും ആ കുടലിൻ്റെ ഉള്ളിൽ കാണപ്പെടേണ്ടതാണ്. ഈ ബാക്ടീരിയ ഡിസ്റ്റർബ് ചെയ്യുന്നതോ ആ ബാക്ടീരിയ നശിപ്പിക്കുന്നതായിട്ടുള്ള യാതൊരുവിധ ഭക്ഷണ സാധനങ്ങളും നമ്മളോ നായ്ക്കളോ പൂച്ചകളോ ഒന്നും കഴിക്കുവാൻ പാടില്ല. പ്രത്യേകിച്ച് ആൻറ്റിബയോട്ടിക്കുകൾ ചെന്ന് കഴിഞ്ഞാൽ ഈ ബെനിഫിഷ്യറി ബാക്ടീരിയ നശിച്ചു പോകും. ഈ ബെനിഫിഷ്യറി ബാക്ടീരിയയാണ് ചില പ്രത്യേക ദഹന രസങ്ങൾ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ചില വൈറ്റമിൻ B1 മുതലായ ചില വൈറ്റമിൻസ്, മറ്റ് ചില വൈറ്റമിൻസ്, മറ്റ് ചില എലിമെൻറ്റ്സ് നമുക്ക് ദഹനത്തിന് ആവശ്യമായ പല സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ആൻറ്റിബയോട്ടിക് പ്രത്യേകിച്ചും കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ചില വൈറ്റമിൻസ് കൂടെ കഴിക്കുന്നതോ അല്ലെങ്കിൽ പട്ടികൾക്കോ പൂച്ചകൾക്കോ കൊടുക്കുന്നത് നല്ലതാണ്. ഈ ദഹന വ്യവസ്ഥയെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുകയാണ് എപ്പോഴും നല്ലത്. അതിനുവേണ്ടി ദഹന വ്യവസ്ഥയിലെ ഈ ബാക്ടീരിയയെ നശിപ്പിക്കുന്നതോ അതിൽ മാറ്റം വരുത്തുന്നതായിട്ടുള്ള യാതൊരുവിധ ഭക്ഷണ സാധനങ്ങളും കൊടുക്കാതെ